എങ്ങനെയാണ് നിങ്ങൾ നോവലിനെ ഡിഫൈൻ ചെയ്യുക? നമ്മളൊരു ലിറ്ററേച്ചർ സ്റ്റുഡൻ്റ് ആണ്, 3 years നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചവരാണ്, ഓർ അറ്റ്ലീസ്റ്റ് വി ആർ ഹ്യൂമൻ ബീങ്, വി ഡെഫിനറ്റ്ലി അറ്റ്ലീസ്റ്റ് നമ്മൾ ലൈബ്രറിയിൽ ഒരു നോവൽ ഇരിക്കുന്നത് കണ്ടിട്ടെങ്കിലും ഉണ്ടാവും ഇല്ലേ, വായിച്ചിട്ടില്ലെങ്കിൽ പോലും. സോ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും എന്താണ് നോവൽ. സിമ്പിൾ ടേമിൽ എന്താണ് നിങ്ങൾ പറയാം? എന്താണ്? ഇറ്റ്സ് എ ബുക്ക് ഓഫ് സ്റ്റോറി വിത്ത് ലോട്ട് ഓഫ് ക്യാരക്ടേഴ്സ് അല്ലേ? ഇറ്റ്സ് എ ബുക്ക് ഓഫ് സ്റ്റോറി. സിമ്പിളായി പറയുകയാണെങ്കിൽ ഒരു സ്റ്റോറിയുടെ ബുക്കാണ്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ഒരു ഷോർട്ട് സ്റ്റോറി പോലെ ആവില്ല. ഷോർട്ട് സ്റ്റോറിയിൽ എന്താ ഒരു 1-2 അല്ലെങ്കിൽ ഒരു ഏറിയ ഒരു 5 ക്യാരക്ടർ നമുക്ക് ഷോർട്ട് സ്റ്റോറിയിൽ കാണുള്ളൂ. പക്ഷെ ഒരു നോവലിൽ എന്തായിരിക്കും? ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ആ ഒരു ക്യാരക്ടേഴ്സ് അടങ്ങുന്ന ഒരു സ്റ്റോറി ആയിരിക്കും അതിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇത് നമുക്ക് ഒരു സാധാരണ കുട്ടിയോട് ചോദിച്ചാൽ പോലും പറയാൻ പറ്റുന്നതാണ്. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ യുവർ എക്സാം അല്ലേ? നിങ്ങൾക്ക് സിമ്പിൾ, ഇൻ എ സിമ്പിൾ ടേം വി ക്യാൻ ഡിഫൈൻ നോവൽ ആസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. അത് ആ ഒരു എസ്സേയുടെ ഫോർമേഷൻ അനുസരിച്ചിരിക്കും. സോ ഫസ്റ്റ് സബ് ഹെഡിങ് നോവൽ ആസ് ഫിക്ഷൻ എന്താണ്? നോവൽ ഈസ് എ റിയലിസ്റ്റിക് ഫോം അല്ലെ? ഒരു റിയലിസ്റ്റിക് ഫോമിലാണ് നമുക്ക് നോവൽ പറഞ്ഞു തരിക. അതെങ്ങനെയാണ്? നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളുമായി ഒരുപാട് സാമ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോവലിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ സൊസൈറ്റിയിൽ കാണുന്ന ഒരുപാട് മനുഷ്യന്മാരുടെ കഥയുമായി നമുക്ക് നോവലിന് സാമ്യം ചേർക്കാൻ സാധിക്കും.